നമ്മുടെ എനർജി എങ്ങനെ സംരക്ഷിക്കാം? ചില ആളുകളോട് സംസാരിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നത്? ഈ വിഷയത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ചിലരോട് സംസാരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഡൗൺ ആയ പോലെ വല്ലാത്തൊരു ക്ഷീണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു അനുഭവത്തിന് കാരണം ഒരു എനർജി പ്രശ്നമാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഉറവിടം പറയുന്നത്. അതെ, നമ്മുടെ എനർജി തന്നെ. അപ്പോൾ അതെന്താണ്? എങ്ങനെയാണ് നമ്മുടെ എനർജി മറ്റുള്ളവർക്ക് ചോർത്താൻ പറ്റുന്നത്? പിന്നെ ഏറ്റവും പ്രധാനമായി ഇതെങ്ങനെ തടയാം? വാ, നമുക്ക് നോക്കാം. ശരി, അപ്പം നമുക്ക് ഏറ്റവും ബേസിക്കായ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ചിന്തകൾ. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും, നമ്മളെ തലയിൽ വരുന്ന എല്ലാ ചിന്തകളും, അത് ശരിക്കും നമ്മുടെ തന്നെയാണോ? അതോ ചില ചിന്തകൾ എവിടെ നിന്നെങ്കിലും പുറത്തുനിന്ന് വരുന്നതാണോ? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തകൾക്ക് പ്രധാനമായും രണ്ട് ഉറവിടങ്ങളുണ്ട്. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ചുറ്റുപാടുകൾ. മാതാപിതാക്കൾ, സമൂഹം, നമ്മുടെ സംസ്കാരം. ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ഉറപ്പായും. പക്ഷേ രണ്ടാമത്തെ ഒരു സോഴ്സ് കൂടിയുണ്ട്. അത് കുറച്ചുകൂടി നിഗൂഢമാണ്. അതായത് ആത്മീയമായ ചില ബാഹ്യശക്തികൾ. ഇങ്ങനെയുള്ള ബാഹ്യശക്തികളെയാണ് ഇവർ എൻറ്റിറ്റികൾ എന്ന് വിളിക്കുന്നത്. അതായത് മരണശേഷം മോചനം കിട്ടാതെ അലയുന്ന ആത്മാക്കൾ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴാണോ മാനസികമായി തളർന്നിരിക്കുന്നത്, നമ്മുടെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ എനർജി ലെവലൊക്കെ കുറഞ്ഞിരിക്കുന്നത്, ആ സമയത്ത് ഈ എൻറ്റിറ്റികൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുമത്രേ. നമ്മുടെ ചിന്തകളെ വരെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും പോലും. ഈ ഒരു ആശയം കുറച്ചുകൂടി ക്ലിയറാക്കാൻ അവർ അവരുടെ സ്വന്തം ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അവർക്ക് നല്ല ഡിപ്രഷനുള്ള സമയത്ത് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്ന് തലയിലൊരു ചിന്ത വന്നു, ജനലൂടെ പുറത്തേക്ക് ചാടൂ എന്ന്. ആ നിമിഷം തന്നെ അവർക്ക് മനസ്സിലായി, ഇത് താൻ ചിന്തിക്കുന്നതല്ല, പുറത്തുനിന്ന് മറ്റെന്തോ ശക്തിയാണ് തന്നെക്കൊണ്ടിത് ചിന്തിപ്പിക്കുന്നതെന്ന്. അപ്പോൾ പുറത്തുനിന്നുള്ള ചിന്തകൾ ഒരു കാര്യമാണ്. ഇനി നമ്മൾ മറ്റു മനുഷ്യരുമായി സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എന്ത് സംഭവിക്കുന്നോ അത് നമ്മുടെ എനർജിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജി ആരാണ് ഊറ്റിയെടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് സ്വയം ചോദിക്കുക, എനിക്കിപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? എന്നിട്ട് അവിടെ പോയി ചിലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും അതേ ചോദ്യം ചോദിക്കുക, ഇപ്പോൾ എനിക്കെങ്ങനെ തോന്നുന്നു? നിങ്ങൾ നല്ല സന്തോഷത്തോടെ പോയ ഒരിടത്തുനിന്ന് ഒരു കാരണവുമില്ലാതെ സങ്കടമോ ദേഷ്യമോ ഒക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഉറപ്പിച്ചോ, അവിടെ വെച്ച് നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ചില ഭാരങ്ങളെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഭയങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഏറ്റെടുക്കുന്നൊരു സ്വഭാവം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നീൽ ടെക്നീഷ്യന്റെ കഥയുണ്ട്. അവരുടെ അമ്മയ്ക്ക് ഗ്ലോക്കോമ വന്ന് കാഴ്ച പോയി. അത് കണ്ടതുമുതൽ അവർക്കൊരു പേടി തുടങ്ങി, തനിക്കും അതുപോലെ ഗ്ലോക്കോമ വരുമോ എന്ന്. ഇവിടെയാണ് ശരിക്കും പ്രശ്നം. ആ ഒരു ഭയം തന്നെ ആ രോഗത്തെ അവരിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നോർക്കുക, ഒരാൾക്കൊരു അസുഖം വന്നെന്ന് കരുതി അത് നമുക്കും വരണമെന്ന് ഒരു നിയമവുമില്ല, അല്ലേ? ഇതുപോലെ തന്നെ മറ്റൊരാളുണ്ടാക്കുന്ന ഭയം നമ്മൾ ഏറ്റെടുക്കുന്നതിന് വേറൊരു ഉദാഹരണമുണ്ട്. ഈ കഥ പറയുന്ന ആളുടെ ഒരു സുഹൃത്തിനോട് ഒരു ടാരോട്ട് കാർഡ് റീഡർ പറഞ്ഞു, നിങ്ങൾ ഒരു കാർ അപകടത്തിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ പറയണ്ടല്ലോ, അത് കേട്ടതോടെ ആ സുഹൃത്തിന് കാറുകളെ പേടിയായി. അപ്പോൾ ഇതിലെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രവചനമല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്, നമ്മുടെ ഭയമാണ് നമ്മുടെ റിയാലിറ്റി ഉണ്ടാക്കുന്നത്. ഞാനൊരു കാർ അപകടത്തിൽ മരിക്കും എന്ന് പേടിച്ചു ജീവിക്കുമ്പോൾ ആ ഒരു സാധ്യതയെ നമ്മൾ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പവർ ആ പ്രവചനത്തിനല്ല, നമ്മുടെ ചിന്തകൾക്കാണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ എനർജി കളയുന്ന വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എപ്പോഴും നെഗറ്റീവ് വാർത്തകളും സോഷ്യൽ മീഡിയയും നോക്കിയിരിക്കുന്നത്. പിന്നെ ചിലരുണ്ടല്ലോ, എപ്പോഴും അവരുടെ സങ്കടം വന്ന് നമ്മളോട് പറയും. അത് കേട്ട് അവസാനം നമ്മൾ ഡൗൺ ആവും. അതുപോലെ മാറാൻ ഒരു താൽപ്പര്യവുമില്ലാത്ത ഒരാളെ നന്നാക്കാൻ നടക്കുന്നത് ശുദ്ധമണ്ടത്തരമാണ്. നമ്മുടെ എനർജി വെറുതെ പോവും. പിന്നെ അപരിചിതരെ പെട്ടെന്ന് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക്, അതായത് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നതും ശ്രദ്ധിക്കണമെന്നും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി ലീക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനുള്ള കുറച്ച് വഴികളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ നിർദ്ദേശിക്കുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു വഴിയാണ് ഒരു മന്ത്രം പോലെ എപ്പോഴും പറയാവുന്ന ഈ ഒരു വാചകം: എന്റെ സമ്മതമില്ലാതെ എന്റെ പവർ മോഷ്ടിച്ച എല്ലാ ആളുകളിൽ നിന്നും, സ്ഥലങ്ങളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ എന്റെ എല്ലാ പവറും ഇപ്പോൾ തിരികെ വിളിക്കുന്നു. ഇതെല്ലാ ദിവസവും പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ട എനർജി തിരികെ പിടിക്കാനുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം പോലെയാണ്. ഇനി വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ക്ലെൻസിംഗ് ഷവർ. ഒന്നുമില്ല, നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ആ വെള്ളത്തിൽ അലിഞ്ഞ് ഡ്രെയിനിലൂടെ ഒലിച്ചു പോകുന്നതായിട്ട് സങ്കൽപ്പിക്കുക.
അതിനുശേഷം ഷവറിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പ്രകാശമായി മാറി നിങ്ങളെ പൊതിയുന്നതായും നിങ്ങൾക്കൊരു സംരക്ഷണ കവചം തരുന്നതായും മനസ്സിൽ കാണുക. അത്രയുള്ളൂ. ഇനി വേറെയും കുറച്ചു വഴികളുണ്ട്. എന്നും പ്രാർത്ഥിക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെ പ്രവർത്തിക്കും. അതുപോലെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നെഗറ്റീവ് എനർജി കളയാൻ നല്ലതാണ്. സേജിംഗ്, അതായത് സേജ് പുകച്ച് നമ്മുടെ വീടും പരിസരവും ശുദ്ധീകരിക്കുന്നതും സഹായിക്കും. പിന്നെ ഗ്രൗണ്ടിംഗ്, അതായത് പുല്ലിലോ മണലിലോ കുറച്ചുനേരം ചെരുപ്പിടാതെ നടക്കുന്നത് നമ്മുടെ എനർജിയെ ഭൂമിയുമായി കണക്ട് ചെയ്യാൻ നല്ലതാണ്. പിന്നൊരു കാര്യം കൂടി, രാത്രി പേടിസ്വപ്നമോ ഉറക്കത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡിന് നേരെ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂടിയിടുന്നത് നല്ലതാണെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് പവർഫുള്ളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ റിയാലിറ്റിയെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മാറ്റം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.